UDF സർക്കാർ നടപ്പിലാക്കുന്ന KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് മാനന്തവാടിയിലും തുടക്കമായിരിക്കുന്നു. മാനന്തവാടിയുടെ വനിതാ MLA ഉഷ വിജയൻ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്? അതിധീരമായിട്ടുള്ള ഒരു തീരുമാനവും അത് നടപ്പിലാക്കാൻ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയെയും ഞാൻ കേരള സംസ്ഥാന സർക്കാരിനെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നഗരസഭ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പാട്ടും ആഘോഷമൊക്കെയായി ബസ്സിലുണ്ട്. എങ്ങനെയുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം പുരുഷന്മാർ വിമർശിക്കുന്ന തമാശയായിട്ടാണെങ്കിലും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറയട്ടെ. അവരുടെ അമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കൂട്ടുകാരികൾ, അവർക്ക് തന്നെയാണ് ഈ ഉപകാരം കിട്ടുന്നത് കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ. മാനന്തവാടിയെ സംബന്ധിച്ച് നമ്മൾ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്, മേപ്പാടി വിംസിനെ ആശ്രയിക്കുന്നുണ്ട്. അവിടെയൊക്കെ എപ്പോഴും കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ്. എടുത്തു പറയാൻ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകളെ ഏറ്റവും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. വളരെ സന്തോഷം. നമുക്കൊന്നും പറഞ്ഞാൽ പെൻഷനൊന്നും ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പൈസ ഒന്നും ആവില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഒരു എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാലോ. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ വണ്ടിയിൽ പോകാനുള്ള സൗകര്യം ഒരുക്കിയ സതീശൻ സാറിനും ഈ സർക്കാരിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടി ഈ സൗജന്യ യാത്രയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ വയനാട്ടിലും സ്ത്രീകൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.